യെസ്, ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല എന്നും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിഹാര കേന്ദ്രമായിരുന്നു. ഒക്കെ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 5.5 കോടി രൂപയുടെ അരവണ ആണ് നശിപ്പിച്ച് കളഞ്ഞത്. അതിൽ കീടനാശിനി പ്രയോഗിച്ച ഏലക്ക ഉപയോഗിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് അരവണ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ അരവണ നശിപ്പിക്കാൻ ഏറ്റുമാനൂരിലെ ഒരു കമ്പനിക്ക് 2.5 കോടി രൂപയാണ് കൊടുത്തത്. ഇങ്ങനെ 2.5 കോടി രൂപ കൊടുത്തു എന്നറിഞ്ഞ ഒരാൾ ഒരു മത്സ്യ കൃഷിക്കാരനാണ്. അയാൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ മാത്രമല്ല, ദേവസ്വം മന്ത്രിയെ കണ്ടു, സജി ചെറിയാൻ മന്ത്രിയെ കണ്ടു, ദേവസ്വം കമ്മീഷണറെ കണ്ടു. സജി ചെറിയാനും ദേവസ്വം കമ്മീഷണറൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം സ്വീകരിച്ചു. അതായത് 65 ലക്ഷം രൂപയ്ക്ക് ഞാനിത് നശിപ്പിച്ച് തരാം എന്ന് വാക്കു കൊടുത്തു. പക്ഷേ ഒടുവിൽ ഏറ്റുമാനൂരിലെ 2.5 കോടി കൊടുത്ത് ഏറ്റുമാനൂരിലെ കമ്പനിക്ക് 2.5 കോടി കൊടുത്താണ് അത് നശിപ്പിച്ചത്. പാലായിലെ ഒരു റബ്ബർ തോട്ടത്തിൽ കുഴിച്ചു മൂടി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ 65 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ച ആളോട് പറഞ്ഞത് ഇതിൻ്റെ പ്രോസസ്സിങ് സയൻറ്റിഫിക് അല്ല, ശാസ്ത്രീയമായിട്ടുള്ള പ്രോസസ്സിങ് അല്ല, അതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ പാലായിലെ തോട്ടത്തിൽ കുഴിച്ചു മൂടുന്നതിന് എന്ത് സയൻറ്റിഫിക് പ്രോസസ്സിംഗ് ആണ് നടത്തിയതെന്നൊന്നും അറിയില്ല. നമുക്കറിയാം ഏറ്റുമാനൂരിലെ കമ്പനിക്കാണ് 2.5 കോടി കൊടുത്തത്. അപ്പോൾ തട്ടിപ്പും തരികിടയും നടക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഈ വിവാദം ഉടലെടുത്ത സമയത്ത് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് വെളിവാക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ തന്നെ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും മുൻ ജീവനക്കാരും എല്ലാം ഇങ്ങനെ അയച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ 1-2 ദേവസ്വം ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് സംസാരിച്ചത്. ഇന്നലെ സസ്പെൻഷനിലായ മുരാരി ബാബു മാധ്യമങ്ങളോട് എന്ത് ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത്? കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. വലിയ സന്തോഷത്തോടെയാണ് സസ്പെൻഷൻ ആ ജീവനക്കാരൻ സ്വീകരിച്ചത്, കണ്ടില്ലേ? അപ്പോൾ നോക്കൂ, ഇത് ഒരു കോക്കസാണ്, ഒരു മാഫിയയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ മുരാരി ബാബുവിനോ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെ അവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മുകളിലിരിക്കുന്നവർ അവരുടെ ഇരിപ്പിടമൊക്കെ ഇളകും എന്ന് നന്നായിട്ട് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് അന്വേഷണവും പ്രഹസനമാകാനല്ലേ സാധ്യത. നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്, കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തു. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ദേവസ്വം വിജിലൻസിലെ, തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിലെ മുൻ ഉദ്യോഗസ്ഥർ 2 പേർ ഉണ്ട് എന്ന വാർത്ത പുറത്തു വന്നതാണ്. അത് അന്വേഷണം അട്ടിമറിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഹൈക്കോടതിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഈ ഉദ്യോഗസ്ഥർ നേരത്തെ വിജിലൻസിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇത് SIT ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫയലുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം ഒരു പ്രഹസനമായിട്ട് മാറാനല്ലേ പോകുന്നത്. ഇതിൽ ഭരണതലത്തിലുള്ളവരുടെ പങ്ക് വ്യക്തമാണ്, അതുപോലെ ദേവസ്വം ബോർഡിലുള്ളവരുടെ പങ്ക് വ്യക്തമാണ്. പക്ഷേ അവസാനം 1-2 പേരെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് കാണാം. അതിൻ്റെ തലപ്പത്ത് 2 ഉദ്യോഗസ്ഥരുണ്ട്, അപ്രൈറ്റ് ആയിട്ടുള്ള 2 ഓഫീസർമാരുണ്ട്, അവരിൽ മാത്രമാണ് വിശ്വാസം. പക്ഷേ ഇത് നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞത്, അവിടുത്തെ അയ്യപ്പ വിഗ്രഹം അത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ് ഇത്. കാരണം അതുപോലും അടിച്ചു മാറ്റി പുറത്ത് വിറ്റിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ട പോയിന്റ്സ് എഴുതി വെച്ചതിൽ ആദ്യത്തെ കാര്യമാണ് താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയാൻ വിചാരിച്ചതായിരുന്നു, അവിടുത്തെ വിഗ്രഹം
അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം 400 കോടി രൂപയുടെ ക്രയവിക്രയം നടന്നിരുന്ന ഒരു സഹകരണ സംഘം പൊളിച്ചു മുച്ചൂടും മുടിച്ച ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് ശബരിമല ദേവസ്വം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എന്ന് വരികിൽ നമ്മൾ ഇത്തരത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആങ്സൈറ്റിയും അത്ഭുതവും കാണിക്കുമ്പോൾ എനിക്ക് വളരെയധികം ദയനീയാവസ്ഥ തോന്നുകയാണ് അത് കാണുന്നവരോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഈ ഭരണത്തിന് കീഴിലുള്ള ആരാണോ ഭരിക്കുന്നത് അവരുടെ കീഴിലായിരിക്കുമല്ലോ ദേവസ്വം ബോർഡ്. ആ ഭരണത്തിന് കീഴിലുള്ളത് ഇപ്പോഴത്തെ ദേവസ്വം ഭരിക്കുന്ന അല്ലെങ്കിൽ സഹകരണം വകുപ്പും ഭരിക്കുന്ന മിനിസ്റ്ററെ കുറിച്ചിട്ട് ഒരു ഇടമുളയാറ, എനിക്കിപ്പോ കൃത്യമായിട്ട് ആ പേര് ഓർമ്മ വരുന്നില്ല, ഒരു സഹകരണ സംഘത്തിനെ മുച്ചൂട് മുടിച്ചൊരു കഥ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ബോർഡ് വെച്ച് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കീഴില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ലെങ്കിലല്ലേ ശ്രീ അനിൽ നമ്പ്യാർ അത്ഭുതമുള്ളൂ. താങ്കള് എന്നെ ഈ ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡുകളുടെ മൊത്തം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി അനുവദിക്കണം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു നിമിത്തം പോലെ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കുറച്ച് വിവരശേഖരണങ്ങൾ നടത്തി. ശബരിമലയിലും ഗുരുവായൂരിലും മലബാർ ദേവസ്വം ബോർഡിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ ഒരു 1.5 വർഷം മുമ്പ് ഫയൽ ചെയ്തു. അത് അന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബെഞ്ച് കേൾക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. നരേന്ദ്ര സാറായിരുന്നു അന്ന് ചീഫ് ഓഫ് ജസ്റ്റിസ് ദേവസ്വം ബെഞ്ചില്. അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ദേവസ്വത്തിന്റെ കയ്യിലുള്ള സ്വത്തുക്കളുടെ, അത് പശു ആവട്ടെ, ആനയാവട്ടെ, ഭൂമിയാവട്ടെ, രത്നാഭരണങ്ങളാവട്ടെ, വജ്രാഭരണങ്ങളാകട്ടെ, സ്വർണമാകട്ടെ, ഇതിന്റെയൊക്കെ മൂല്യനിർണയം നടത്തിയിട്ടില്ല എന്ന് എല്ലാ ദേവസ്വം ബോർഡുകളും എനിക്ക് തന്ന മറുപടി പ്രകാരം അറിയുന്നു. ഇതിന്റെയൊക്കെ മൂല്യനിർണയം നടത്താത്തതിന്റെ കാരണം പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരവും അതിനു വേണ്ട വിദഗ്ധരും കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് മൂല്യനിർണയം നടത്താത്തത് എന്നാണ്. ഈ 2 വാദങ്ങളിൽ പൊളിച്ചുകൊണ്ട് ഞാൻ കൊടുത്ത പൊതു താല്പര്യ ഹർജിയിലെ ഞാൻ ഈ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നതിന്റെ കൃത്യം 6 മാസം മുമ്പാണ് ഈ തിരുപ്പതി, ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ഒരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആരാധനാലയമാണ് തിരുപ്പതി. അവർ കൃത്യമായിട്ട് അവിടെ എത്ര രൂപയുടെ സ്വർണമുണ്ട്, എത്ര രൂപയുടെ വജ്രമുണ്ട്, എത്ര രൂപയുടെ രത്നമുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഇത്ര രൂപയുടെ ഭൂമിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ 4/1 പോലും ഗുരുവായൂർ, ശബരിമല, മലബാർ, കൊച്ചിൻ ദേവസ്വം ബോർഡുകളുടെ കയ്യിലൊന്നും ഇല്ല എന്നിരിക്കെ അവിടെ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലെ ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയണത് ഇതിന്റെ വിദഗ്ധരില്ല. അന്ന് കേസ് കേട്ട ജഡ്ജി ചോദിച്ചു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ ഒഴിച്ചുള്ളതിന്റെ ഒക്കെ വാല്യൂ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗുരുവായൂർ, ശബരിമല, അതുമാതിരി തന്നെ മറ്റു ക്ഷേത്രങ്ങളുടെ ഒക്കെ വാല്യൂ നിശ്ചയിച്ചുകൂടാ? അങ്ങനെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ഭാഗത്തു നിന്നുമുള്ള കൗൺസിലുകൾ വാശി പിടിക്കാനുള്ള കാരണമാണ് ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെമ്പായിരുന്നു എന്ന് പറയുന്ന സ്വർണപ്പാളിക്ക് വാല്യൂ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ അന്നത് കൊണ്ടുപോകുമ്പോൾ ചെമ്പായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് സ്വർണമായിരുന്നുവെങ്കിൽ അതിന്റെ വാല്യൂ നിശ്ചയിക്കപ്പെട്ടിട്ട് അവിടെ എഴുതി വെക്കണം. ഇത് ഇത്ര കോടി രൂപയുടെ, ഇത്ര ലക്ഷം രൂപയുടെ സ്വർണപ്പാളി, അതായത് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളി ചെന്നൈയിലേക്കോ ബാംഗ്ലൂർക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കൊണ്ടുപോകുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കപ്പെടണം. പക്ഷെ അതിനെ സമ്മതിക്കാത്ത വിധത്തില്, മൂല്യനിർണയം നടത്താൻ തയ്യാറാവാത്ത വിധത്തില് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ആ കേസില് ഞാൻ പറഞ്ഞിരിക്കണ ഒന്നുമില്ല, മൂല്യനിർണയം നടത്തണം. സ്വർണ്ണഹാരങ്ങള്, ഈ അദ്വൈതം എന്ന് പറയുന്ന സിനിമ അനിൽ നമ്പ്യാർക്കറിയാം ഉണ്ടാവാനുള്ള കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു 3 അങ്ങേയറ്റം മൂല്യമുള്ള മാലകൾ നഷ്ടപ്പെട്ടതും ഒരു മേൽശാന്തി അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ആ മാലയുടെ മൂല്യം നിർണ്ണയിക്കാൻ പറ്റിയില്ല. മാലകൾ പിന്നീട് മണിക്കിണറിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതെ കുറിച്ചിട്ടൊന്നും അറിയില്ല. തിരിച്ചാ മാലകൾ അവിടേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല. കള്ളം പവിത്രൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ അനിൽ നായരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രേക്ഷകരുടെ സ്വന്തം കടയിലേക്ക് സ്വർണത്തിന്റെ വിളക്ക് വിൽക്കാൻ കൊണ്ടുവന്ന കള്ളനിൽ നിന്ന് അത് വാങ്ങിയ വ്യക്തിക്ക് മനസ്സിലാവുകയാണ് അത് സ്വർണത്തിന്റെ വിളക്കാണ്. പക്ഷെ തന്റെ കടയിലേതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കള്ളനെ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. അപ്പൊ അതിലേക്കൊന്നും കിടക്കുന്നില്ല.
ശബരിമലയിലെ ഏകദേശം 100ഓളം സ്വർണ്ണവിളക്കുകൾ ഉണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരം പറയുന്നു. ഇതിൽ എത്രത്തോളം വിളക്കുകൾ ഇപ്പോൾ ചെമ്പായിട്ട് ഈ സ്വർണ്ണവിളക്കിന്റെ കൂടെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. ഇനി ഞാൻ കഥയെ വേറൊരു നിലയിലേക്ക് കൊണ്ടുപോകണം. 112 ബോർഡുകളും 112 മറ്റേ എന്താ പറയേണ്ടത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും ബോർഡുകളും കോർപ്പറേഷനുകളും ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 112 അറിഞ്ഞ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാർ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് എന്നേക്കാൾ കൂടുതൽ അനിൽ നമ്പ്യാർക്ക് അറിയാം. കാലുമാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് ബോർഡ് ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഘടക കക്ഷികളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാർക്ക് ബോർഡ് ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ദേവസ്വം ബോർഡുകളെ പോലും കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തരം താണതിന്റെ ഉദാഹരണമാണ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ കാലുമാറി വന്നതിന്റെ കേവലം 60 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിട്ട് ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അപ്പോ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രേക്ഷകരും മനസ്സിലാക്കുക, അനിൽ നമ്പ്യാരും മനസ്സിലാക്കുക, ശ്രീ ബാബു സാറും മനസ്സിലാക്കുക. എന്താണെന്നറിയോ? അത് കേവലം ഒരു ക്ഷേത്രമല്ല, അന്യ സംസ്ഥാനക്കാർക്ക് പോലും അത് ദുർബലമായ ഒരു വികാരമാണ്, തങ്ങളുടെ വിശ്വാസത്തിന്റെ വികാരമാണ്. ആ വികാര സ്ഥലത്ത്, ആ വികാരമുള്ള ആ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു കഴിഞ്ഞാൽ 10 സെക്കൻഡ് പോലും ആ വിഗ്രഹ ദർശനത്തിന് സമ്മതിക്കാതെ അവിടെ നിന്നും ഇവരെ തള്ളി മാറ്റാൻ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ദേവസ്വം ബോർഡുകാരേക്ക് അവിടുത്തെ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണമാണോ ചെമ്പാണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള വകതിരിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 112 കോർപ്പറേഷനുകളും ബോർഡുകളും നടത്തിയിട്ട് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നവർ ദേവസ്വം ബോർഡുകളെ പോലും രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ദുരന്ത ഫലമാണ് നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കഥ. സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയി എന്ന കാര്യം പുറത്തു വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഒരു 6 വർഷം മുമ്പ് തിരക്കഥ രചിച്ചിട്ടുണ്ട്. ആ തിരക്കഥയാണ് ശ്രീ അനിൽ നമ്പ്യാർ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മുരാരിയാണ്, മുരാരി കണക്കെഴുതിയില്ല, വാസുവാണ്, വാസു കണക്കെഴുതിയില്ല, എനിക്ക് തരുമ്പോ മറ്റതായിരുന്നു മറിച്ചതായിരുന്നു. ഒരു തിരക്കഥയുടെ ഒരു കൃത്യമായി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടി ശ്രീ അനിൽ നമ്പ്യാർ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2648 കോടി രൂപയാണ് 3 നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കിടക്കുന്നത്. ശബരിമലയിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ വരുന്നതിന്റെ 50% ആളുകൾ സീസണിൽ വന്ന് തൊഴുന്ന ശബരിമലയിൽ എത്ര ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളതെന്ന് അറിയോ അനിൽ നമ്പ്യാർക്ക്? എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് 41 ലക്ഷം രൂപയാണ് ശബരിമലയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്. ബാക്കി പണങ്ങൾ 1256 ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് കൊണ്ടാണ് ഈ 41 ലക്ഷത്തിൽ ഒതുങ്ങിയത് എന്ന മറുപടിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1256 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് നടത്താൻ വേണ്ടിയിട്ട് ശബരിമലയിൽ ഒരു സീസണിൽ വരുന്ന പൈസയുടെ 10% മതി എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സംഖ്യ എല്ലാ തലത്തിലേക്കും പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ വരുമാനത്തിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ളത് കൊണ്ട് ശബരിമല കേവലം രാഷ്ട്രീയക്കാരുടെ കറവപ്പശുവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ 9 വർഷവും 3 മാസവും ഈ ദേവസ്വം ബോർഡുകൾ ഭരിച്ചിട്ടുള്ള പ്രസിഡന്റുമാർക്കും ദേവസ്വം ബോർഡിനെ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിക്കും ദേവസ്വം ബോർഡിനെ മന്ത്രിയാക്കിയ സർക്കാരിനുമുള്ള ഉത്തരവാദിത്തത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ ആദ്യ അവസരത്തിൽ പറയാനുള്ളത്. എനിക്കൊരു അവസരം കൂടി തരണം. ഞാൻ 8:30 ഈ ചർച്ചയിൽ നിന്നും പോകും. ദയവ് ചെയ്ത് തരണം. കാരണം ഇവിടെ ശ്രീ വാസു എന്ന് പറയുന്ന ദേവസ്വം